ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബാക്കിൽ കാണുന്ന നമ്മുടെ സൂപ്പർ കാരിയോ മാരുതിയുടെ വണ്ടിയുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ ഓടിയതിൻ്റെ യൂസർ റിവ്യൂ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഈ വണ്ടിയുടെ വലിവും പിക്കപ്പും എല്ലാം വളരെ സൂപ്പറാണ്. ഈ വണ്ടി ഡീസൽ വേരിയേഷൻ വരുന്ന എല്ലാ വണ്ടിക്കും എത്ര ലോഡ്, ഒരു 1.5 ടൺ ലോഡ് വരെ ഞാൻ വെച്ച് വലിച്ചിട്ടുണ്ട്. എന്നാലും വണ്ടിക്ക് നല്ല പവറും കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് തന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ ആകെ ചിലവ് എന്ന് പറയാൻ, ഞാൻ വണ്ടി എടുത്ത അന്ന് തൊട്ട് വണ്ടിയുടെ സർവീസും കാര്യങ്ങളും, പിന്നെ അതുപോലെ ടയറും, അതുപോലെ സർവീസിന് പോകാൻ നേരത്ത് അതിൻ്റെ ബ്രേക്ക് പാഡ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഏറ്റവും ചിലവ് വന്നിട്ടുള്ളൂ. അതുപോലെ ഇതിൻ്റെ ടയർ പറഞ്ഞാൽ ഞാൻ എടുത്തതിന് ശേഷം 2 വർഷം 4 ടയർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ വേറെ മേജറായിട്ട് ഒരു കംപ്ലൈൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ ഈ വണ്ടിക്ക്. പക്ഷേ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ ശേഷം ഈ വണ്ടിക്ക് ഒരു എൻജിൻ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആ എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെർഫോമൻസിന് യാതൊരു കുറവുമില്ല. എനിക്ക് എൻ്റെ യൂസിങ്ങിൽ നല്ല രീതിയിൽ ഒരു സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വണ്ടി എനിക്ക് ഏറ്റവും നല്ലൊരു വണ്ടിയായി തീർന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷനായിട്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ വരാൻ കാരണം. അതുപോലെ ഈ സൂപ്പർ കാരിയോ ഡീസൽ വേരിയൻറ്റ് വണ്ടി തന്നെ എടുക്കാൻ നിങ്ങളെല്ലാവരും നോക്കണം. അതുപോലെ ഇതിൻ്റെ പെട്രോൾ വേരിയൻറ്റ് വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എടുത്തവർ മൈലേജ് ഇല്ലാതെ തിരിച്ചു കൊടുത്തവർ അനേകം നമുക്കറിയുന്ന ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അടുത്തത് മൈലേജിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതിന് മൈലേജ് 15 to 18 വരെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ മാക്സിമം 1 ടണ്ണ് 1.5 ടണ്ണ് വരെ ഇതിനകത്ത് വെച്ച് ഞാൻ ഓട്ടത്തിന് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും 15 to 18 വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ 20 കിട്ടുന്നവരുമുണ്ട്. പക്ഷേ എനിക്ക് അത്ര കിട്ടിയിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഡീസൽ വണ്ടിനെ എടുക്കാൻ നോക്കുക. പെട്രോൾ വേരിയൻ്റ് ആണെങ്കിൽ അല്പം മെയിൻ്റെനൻസ് കുറവാണെന്ന് വിചാരിച്ചാൽ എല്ലാവരും പെട്രോൾ വണ്ടി എടുക്കലുണ്ട്. പക്ഷേ അതിന് മൈലേജ് കുറവായിട്ട് നമ്മളറിയുന്ന കുറേ ഫ്രണ്ട്സുകൾ അത് എടുത്തിട്ട് കുടുങ്ങിപ്പോയ അവസ്ഥകളുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ എടുക്കുകയാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി തന്നെ, സൂപ്പർ കാരിയോ ഡീസൽ വണ്ടി തന്നെ എടുക്കുക. അതുപോലെ എടുക്കുമ്പോൾ നോക്കിയെടുക്കുക. ഇന്ന് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ പല വിധത്തിലാണ് ഉള്ളത്. പക്ഷേ എന്നാലും മാക്സിമം നിങ്ങൾ ഒരാളെ കൂട്ടിപ്പോയി എടുക്കുന്ന ഏറ്റവും നല്ലത്. ഫ്രണ്ട്സ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.